സംസ്ഥയിലെ രണ്ട് വിഭാഗങ്ങൾ വെവ്വേറെയായി പ്രഖ്യാപിച്ച ഷംസുൽ ഉലമ സെമിനാറുകൾ മാറ്റിവെച്ചു. സംഘടനയിലെ ആഭ്യന്തര തർക്കം പരസ്യമാകുമെന്ന് കണ്ട് സംസ്ഥാന നേതൃത്വം ഇടപെട്ട രണ്ട് സെമിനാറുകളും മാറ്റിവെക്കുകയായിരുന്നു. ഇരു വിഭാഗങ്ങളുമായി സംസ്ഥാന നേതൃത്വം 15-ന് ചർച്ച നടത്തും. ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് ഒക്ടോബറിൽ അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കാൻ SKSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദ്യ ആലോചന നടന്നത്. ജിഫ്രി തങ്ങളും സാദിഖലി തങ്ങളും ഉൾപ്പെടെ രക്ഷാധികാരികളായ സംഘാടക സമിതിയിൽ പക്ഷേ ലീഗ് അനുകൂലികളായ സമസ്ത നേതാക്കളെ പൂർണ്ണമായി ഒഴിവാക്കി. മോയിൻകുട്ടി മുസ്ലിയാർ വാക്കോട് ജനറൽ കൺവീനറും മുബഷിർ അലി ജമുലേലി വർക്കിംഗ് കൺവീനറുമായ സമിതിയിൽ മുസ്തഫ മുണ്ടുപാറ, സത്താർ പന്തലൂർ തുടങ്ങി 1001 പേർ ഇടം പിടിച്ചു. പിന്നാലെ സമസ്തയിലെ ലീഗ് അനുകൂലികൾ യോഗം ചേർന്ന് പുതിയൊരു ഷംസുൽ ഉലമ സെമിനാർ പ്രഖ്യാപിച്ചു. രക്ഷാധികാരികളിൽ വ്യത്യാസമുണ്ടായില്ല. ജനറൽ കൺവീനർ MC മാൻ ഹാജിയും വർക്കിംഗ് കൺവീനർ മലയമ്മ അബൂബക്കർ ഫൈസിയുമായിരുന്നു. സമസ്തയിലെ ആഭ്യന്തര തർക്കം പരസ്യമാകുന്നതിന്റെ തെളിവായി രണ്ട് പരിപാടികളും വിലയിരുത്തപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് സമസ്ത നേതൃത്വം രണ്ട് കൂട്ടരോടും സംസാരിക്കാൻ തീരുമാനിച്ചത്. തിങ്കളാഴ്ചയാണ് ചർച്ച. നേതൃത്വം ഇടപെട്ട സാഹചര്യത്തിൽ സെമിനാർ മാറ്റിവെച്ചതായി രണ്ട് വിഭാഗവും അറിയിച്ചിട്ടുണ്ട്. സമസ്തയിലെ ആഭ്യന്തര തർക്കം പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്നതിന്റെ സൂചനയാണ് ഷംസുൽ ഉലമ സെമിനാർ വിവാദം നൽകുന്നത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.